ഇന്നത്തെ വീഡിയോ അഡീഷൻ ആക്ടിവിറ്റി കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ആക്ടിവിറ്റി കൊടുത്തതാണ് കേട്ടോ. ഓരോ കുട്ടിക്കും 2 ചാർട്ടിന്റെ പീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഓരോ യെല്ലോ ചാർട്ടിലും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ കുട്ടിക്കും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നോക്കി എഴുതാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. യെല്ലോ ചാർട്ടും വൈറ്റ് ചാർട്ടും ഞാൻ പിൻ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. വൈറ്റ് ചാർട്ട് താഴെയും യെല്ലോ ചാർട്ട് മേലെയും ആയിട്ടാണ് കേട്ടുള്ളത്. വൈറ്റ് ചാർട്ടിൽ ഞാൻ ഓരോ പിക്ചേഴ്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുട്ടികളോട് ആദ്യം തന്നെ തുറന്നു നോക്കരുത്. തുറന്നു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഒരേപോലെ അല്ല കൊടുത്തത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നല്ല പിക്ചേഴ്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോർഡിൽ കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടത്തോടെ ആയിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ ചാർട്ട് എല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ യെല്ലോ ചാർട്ടിൽ അതിൻ്റെ ആൻസറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാർ മനസ്സിൽ കൂട്ടിയിട്ട് എഴുതുന്നുണ്ട്, ചില ആൾക്കാർ വരഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യുന്നുണ്ട്, ചില മക്കൾ ഫിംഗേഴ്സ് കൊണ്ടും കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ആ യെല്ലോ ചാർട്ടിലുള്ള ആൻസറൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വൈറ്റ് ചാർട്ട് എടുത്തിട്ട് അതിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എഴുതുക. ഏത് ആൻസർ ആണോ നോക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ യെല്ലോ ചാർട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതുക എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും സംഭവം സക്സസ്ഫുൾ ആയി. ഈ കുട്ടികൾക്കൊക്കെ എന്താണ് അത് ആൻസർ കിട്ടിയിട്ടുള്ള മക്കളാണ് കേട്ടോ. സ്റ്റാർ വാങ്ങിയ മക്കളാണ്. ക്വസ്റ്റ്യനും ആൻസറും ഒരേ സമയം പഠിപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.